ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ പ്രീവിയസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിന്റെ പാർട്ട് 4 ആണ്. The size of registers of 8086 microprocessor. 8086 microprocessor രജിസ്റ്ററിന്റെ സൈസ്, രജിസ്റ്ററുകളുടെ സൈസ് എത്രയെന്നാണ്. അതായത് 8086 മൈക്രോ പ്രോസസറിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്ററുകൾ ഏതൊക്കെയാണ്? എക്സ്, ബി എക്സ്, സി എക്സ്, ഡി എക്സ് എന്നിവയാണ്. ഇത് 60 ബിറ്റ്, അതായത് 16 ബിറ്റ് ലെങ്ത് ഉള്ളവയാണ്. എച്ചും എ എൽ എന്നിങ്ങനെ 2 ബിറ്റ് രജിസ്റ്ററുകളായിട്ട് ഇതിനെ ഭാഗിക്കാനും സാധിക്കും. അപ്പം ആൻസർ 60 ബിറ്റ് ആണ്. The size of registers of 8086 microprocessor is 60 bits. 16 bits ആണ്. Question number 32. If there is a carry from lowest nibble drawing addition, dash flag is set. അതായത് അഡിഷന്റെ സമയത്ത് ലോവസ്റ്റ് ആയിട്ടുള്ള നിബിളിൽ ക്യാരി ഉണ്ടാവുകയാണെങ്കിൽ സെറ്റ് ആവണ ഫ്ലാഗ് ആയിരുന്നാണ്. അതായത് അഡിഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും ലോവസ്റ്റ് 4 ബിറ്റ്സിൽ 4 ബിറ്റ്സ് എന്താണ് തൊട്ടടുത്തുള്ള 4 ബിറ്റ്സുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാരി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യും. ആ ഫ്ലാഗിനെയാണ് ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ബൈനറി കോഡഡ് ഡെസിമൽ ഓപ്പറേഷൻസിലൊക്കെയാണ് ചെയ്യണത്. അപ്പം ആൻസർ എന്താണ്? ആക്സിലറി ക്യാരി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. ദ നമ്പർ ഓഫ് അഡ്രസ്സസ് ആൻഡ് ഡാറ്റ ലൈൻസ് ഓഫ് 8086. അതായത് 8086ലെ അഡ്രസ്സും ഡാറ്റ ലൈൻസിന്റെയും എണ്ണം എത്രയെന്നാണ്. ആൻസർ എന്ന് വെച്ചാല് എന്താണ്? 8086 മൈക്രോ പ്രോസസറിൽ 20 അഡ്രസ് ലൈൻസും 60 ഡാറ്റ ലൈൻസും ഉണ്ട്. 20 അഡ്രസ് ലൈനുകളും 16 ഡാറ്റ ലൈൻസും ഉണ്ട്. അപ്പം 20 അഡ്രസ് ലൈനുകൾക്ക് കാരണം എന്ന് വെച്ചാല് ഇതിന് 1 മെഗാബൈറ്റ് മെമ്മറി അഡ്രസ് ചെയ്യാനാകും. അതുകൊണ്ടാണ് ഇതിന് 20 അഡ്രസ് ലൈൻസ് ഉണ്ടാകുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 20 ആൻഡ് 16 ആണ്. ഓപ്ഷൻ സി ആണ്. അതായത് 20 ആണ് ആൻസർ. 20 ഉണ്ടായിരിക്കും? 20 അഡ്രസ് ലൈൻസും 16 ഡാറ്റ ലൈൻസും ഉണ്ടായിരിക്കും. Which directory contains configuration files in Linux? ലിനക്സിൽ കോൺഫിഗറേഷൻ ഫയലുകൾ അടങ്ങിയ ഡയറക്ടറി ഏതെന്നാണ്. ആദ്യത്തേത് ബിൻ എന്ന് വെച്ചാൽ ബൈനറിയുടെ ഷോർട്ട് ഫോം ആണ് ബിൻ. അതായത് നമ്മളെ ഡയറക്ടറിയിൽ എല്ലാ യൂസേഴ്സിനും ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാവശ്യമായിട്ടുള്ള എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ബൈനറി ഫയൽസ് അല്ലെങ്കിൽ കമാൻഡ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ബിൻ എന്ന് പറയുമ്പോൾ ബൈനറിയുടെ ഷോർട്ട് ഫോം ആണ്. അടുത്തത് ETC. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം. ETC ഇത് എന്താന്ന് വെച്ചാല് ഡയറക്ടറിയില് എന്താണ് സിസ്റ്റം വൈഡ് കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്. ഇതാണ് അടങ്ങിയിരിക്കുന്നത്. സെക്ടീരിയ എന്ന വാക്കിൽ നിന്നാണ് അതായത് അല്ലെങ്കിൽ ETC എന്ന പേര് വന്നതെങ്കിലും ഇപ്പോൾ പ്രധാനമായിട്ടും കോൺഫിഗറേഷൻ ഫയലുകൾക്കായിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണം, നെറ്റ്വർക്ക് എങ്ങനെ ക്രമീകരിക്കണം, അതുപോലെ തന്നെ അക്കൗണ്ട് വിവരങ്ങള്, യൂസർ അക്കൗണ്ട് വിവരങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, സിസ്റ്റത്തിന്റെ സർവീസസ് എങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ ഒരു ഡയറക്ടറി ഫയലിലാണ്. അടുത്തായിട്ട് റൂട്ടാണ്. റൂട്ട് എന്ന് വെച്ചാല് റൂട്ട് യൂസർ അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് എന്താണ് ഹോം ഡയറക്ടറി ആയിട്ടാണ് ഈ ഒരു റൂട്ട് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഈ യൂസേഴ്സിന് എന്താണ് ഹോം ഡയറക്ടറീസ് ഉണ്ടാവും. അപ്പം റൂട്ട് യൂസർക്ക് ഒരു റൂട്ട് യൂസർ ഉണ്ടാവും. അപ്പം റൂട്ട് യൂസർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇടമാണ് റൂട്ട്. അതായത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് ഉണ്ടല്ലോ, ആ ജോബ്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് റൂട്ട് യൂസർ ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലും മറ്റ് ഡാറ്റാസും ഒക്കെ ഈ ഒരു റൂട്ട് ഫയലിൽ നിന്നാണ് എടുക്കുന്നത്. അടുത്ത ദേവ് എന്ന് വെച്ചാല് ഡിവൈസ് ഫയൽസ് ആണ്. ഡിവൈസ് ഫയൽസിൽ നിന്നാണ് ഈ ദേവ് എന്നത്. അതായത് ഡയറക്ടറിയിലുള്ള ഡിവൈസ് ഫയൽസ് അഥവാ എന്താണ് ഈ ഡിവൈസ് ഫയൽസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ ഒരു ഡിവൈസ് ഫയൽസ് ഈ ഒരു ദേവിലാണ്. അതായത് ലിനക്സിലെ
എല്ലാം ഒരു ഫയലാണ്, എല്ലാം ഒറ്റ ഫയലായിട്ടാണ് കണക്കാക്കണം. അപ്പം എന്താണ് ഈ ഹാർഡ് ഡിസ്കും USB ഡിവൈസസും സീരിയൽ പോർട്സും പ്രിന്റേഴ്സും ഇതൊക്കെ എന്താണ് വേറെ വെർച്വൽ ഡിവൈസസുമായിട്ട് ഡിവൈസസിന്റെ ഇന്റർഫേസുമായിട്ട് കണക്ട് ആക്കിയിട്ട് ഈ ഡയറക്ടറിയിൽ പ്രത്യേക ഫയൽ വഴി ലഭ്യമാക്കും. അതാണ് ഓപ്ഷൻ ഡി. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. On successful completion, fork of returns dash to the parent process. Fork off എന്ന് പറയുന്നത് സിസ്റ്റം കോൾഡ് എന്താണ് ചൈൽഡ് പ്രോസസ്സിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും 0 ആയിരിക്കും നൽകുന്നത്. അതേസമയം എന്തെങ്കിലും അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഈ ഒരു ചൈൽഡ് പ്രോസസ്സ് ഇതിലോട്ട് ജനറേറ്റ് ആവാതിരിക്കുകയും -1 എന്നൊരു വാല്യൂ പാരന്റ് പ്രോസസ്സിലേക്ക് പോകും. അടുത്ത് ഓപ്ഷൻ സി -1 ആണ് വരേണ്ടതെങ്കിൽ എന്താണ് സെയിം ആണ്. അതായത് നമ്മൾ മേളിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൈൽഡ് പ്രോസസ്സ് ജനറേറ്റ് ആക്കുമല്ലോ. അപ്പം അതിന്റെ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. പിന്നെ ലാസ്റ്റത്താണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് കോപ്പ് എന്ന് പറയുന്ന ഒരു കോള് സക്സസ് ആയിട്ട് ആണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പുതിയതായിട്ട് ഒരു എന്താണ് ചൈൽഡ് പ്രോസസ് ID ഉണ്ടാവുകയും അത് പാരന്റ് പ്രോസസ്സിലേക്ക് പോവുകയും ചെയ്യും. അത് ചൈൽഡ് പാരന്റിലേക്ക് പോകും. ഇതെന്താണ് ഇത് ആ ഒരു പാരന്റിന് ഇത് ചൈൽഡ് ആണെന്ന് തിരിച്ചറിയാനും ഹെൽപ്പ് ആവുന്നു. അപ്പം ആൻസർ എന്താണ്? ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്.